ഗൈസ്, വെൽക്കം ബാക്ക്. AS 2.7 ഗെയിമർ. അപ്പോൾ ഗൈസ്, നമ്മളതാ പുതിയൊരു സീരീസിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വട്ടം എന്തായാലും മൈൻക്രാഫ്റ്റിനകത്ത് കളിച്ചിരിക്കും. എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോകും. എൻഡർ ഡ്രാഗനെ കൊല്ലാൻ മുടിക്കും ഞാൻ. അപ്പോൾ അതിന് നമുക്ക് നല്ല ബേസ് ഉണ്ടാക്കാം. അല്ല ശരിയാകത്തില്ല കാര്യം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് കഴിച്ചു. പക്ഷേ ഒരു പ്രശ്നം, ഞാൻ രാത്രിയിൽ ആണ് ചെയ്യുന്നത്. 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് വെറുതെ കുറച്ച് കളിയൊക്കെ അടിച്ചു. പക്ഷേ അത് പകുതിക്കൊക്കെ നിന്ന് കണ്ടിട്ട് ആ വീഡിയോ കാണത്തില്ല. അപ്പോൾ ആ വീഡിയോക്കകത്ത് പറഞ്ഞൊന്നും ഈ വീഡിയോക്കകത്ത് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇതുണ്ട്, ദേഷ്യം. കാര്യം വെറുതെ അത്ര നേരം കാര്യം കുറേ നേരം എടുക്കരുത്, കാരണം ലോ ബാറ്ററിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര അനുകൂലമായിട്ടുള്ള കാര്യമാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക. നമ്മൾ ഇതുവരെയായിട്ട് ആകെ 6 ലൈക്ക് ആയിട്ടുള്ളൂ. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് നല്ലൊരു PC കിട്ടുകയാണെങ്കിൽ അതും മതിയാവും. പക്ഷെ PCക്ക് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ PC ഇവിടെ മേടിക്കാനുള്ള വഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ ഗെയിംസൊക്കെ കളിക്കും. മൊബൈൽ ഫോണിൽ എടുക്കാൻ പറ്റുന്ന PC ഗെയിംസ് ആണെങ്കിൽ മൊബൈൽ ഫോൺ താങ്ങുമെങ്കിൽ മാത്രം ഞാൻ അതൊക്കെ കാണിച്ചു. പക്ഷേ മൊബൈൽ ഫോൺ താങ്ങാത്തതൊക്കെ ആണെങ്കിൽ മൊബൈൽ ഫോൺ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഹാങ് ആയി പോകും, അത് ഉറപ്പാണ്. കാര്യം ഇത് എൻ്റെ സ്വന്തം ഫോണാണ്. അമ്മയുടെ ഇതാണെങ്കിൽ ഒരു വട്ടം ലാഗടിച്ച ഫോണാണ്. ഇതിനകത്ത് പിന്നെ സിമ്മില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ പഴയ പപ്പയുടെ ഒരു ഫോണുണ്ട്, ഇതുവരെയായിട്ട് ഉപയോഗിക്കാത്തത്. അതും ചെറുതായിട്ട് ഡിസ്പ്ലേ പോയി സീനായിരുന്നു. പിന്നെ അതൊക്കെ ശരിയാക്കി. എന്നാലും നമുക്ക് ഇനിയിപ്പം ആവശ്യമുള്ളത് ഈ ഇതാണ്. പക്ഷെ നമുക്കപ്പം നേരെ അത് കളക്ട് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളെനിക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ട് ഇത്. പക്ഷെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മൊബൈലിനകത്ത് അത്ര ഫീച്ചേഴ്സൊന്നും ഇല്ല. അതുമല്ല, സ്ക്രീൻ റെക്കോർഡിനകത്ത് അത്ര ഫീച്ചേഴ്സ് ഇല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഈ മരം 5-6 മുറിച്ചെടുക്കുന്നുണ്ട്. ഈ മരം പിന്നോട് സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന മരമാണ്. എപ്പോഴും ഞാൻ കാണും. പക്ഷെ എൻ്റെ ആക്സിൻ്റെ കാലാവധി തീരാറായിട്ടുണ്ട്. എനിക്ക് ഒരു ആക്സ് പണിയണം. തൽക്കാലത്തേക്ക് ഡേർട്ട് വെച്ചൊരു ബേസ് ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ തടിയൊക്കെ മുറിച്ചോണ്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും വീടുണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെയായിട്ടാണ് വീടുണ്ടാക്കുന്നത്. നമ്മൾ വലിയ ഉയരത്തിലൊന്നും ഇല്ല. നമ്മൾ ആരെയും കോപ്പി അടിക്കുന്നതും ഇല്ല. ചില സമയത്ത് ഞാൻ കുറേ ഒരു കോപ്പി അടിക്കുമായിരുന്നു. നമുക്കപ്പോൾ ഇവിടെയായിട്ട് തന്നെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ, കുറച്ച് ഫുഡ്, പിന്നെ നമ്മൾ മുറിച്ച തടിയൊക്കെ ഇവിടെ 34 തടിയുണ്ട്. ഇതൊക്കെ ധാരാളം. 15 ഇത്. ഈ ഫുഡൊക്കെ എടുത്ത് കൈ വെച്ചേര്, ബ്രെഡും എടുത്ത് കൈ വെച്ചേര്. ഓക്കെ, അപ്പോൾ ഇതത്രയാണ് അവിടെ വേണ്ടത്. ഇവിടെയായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. നമുക്ക് ഇവിടെയായിട്ട് ബെഡും വെക്കാം. ഇത് തന്നെ ധാരാളം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഓരോന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ എന്തോ ക്രാഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലോക്കാണ് ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഒരു നൈസ് ഹൗസാണ് നമുക്ക് പണിയേണ്ടത്. പക്ഷെ അതിനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല നമുക്കിപ്പം. കാര്യം നമ്മൾ ഹൗസൊക്കെ പണിയുന്നുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യം അല്ല ഇപ്പം. കാര്യം നമ്മുടെ കോബിൾ സ്റ്റോൺ ഇല്ല. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് നേരം എടുക്കുന്നുള്ളൂ. ഒരു 15-16 അതിന് മുന്നേ ഞാനത് നിർത്തുന്നേ ഉള്ളൂ. ശരിക്കും ചെറിയൊരു വീഡിയോ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര നേരമാകുമെന്ന് ഞാൻ ഓർക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ നല്ല സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ കിടന്നുറങ്ങണം. പക്ഷെ എനിക്കിപ്പോൾ വിശക്കുന്നില്ല. കൊള്ളാം. പക്ഷെ നമുക്കപ്പോൾ കിടന്നുറങ്ങാം. ഒരു വെട്ടോത്തെടുത്ത് കൈ പിടിക്കേണ്ട കാര്യം. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ എൻ്റെ സൂര്യനോട് അസ്തമിക്കുന്നത് നമുക്ക് കിടന്നുറങ്ങാം. ഗൈസ്, അങ്ങനെ ഇപ്പം ഇവിടെയായിട്ടാണ് നമ്മൾ ഉറങ്ങിയത്. സിറ്റ് പോയിന്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒരു വീടിൻ്റെ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ, ഈ വീഡിയോ ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം കൂടെ ചെയ്തേക്കാം.
ഇനി ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതും കൂടെ ഒന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കോബിൾ സ്റ്റോൺ ആണ്. കോബിൾ സ്റ്റോൺ മൈനിങ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള പിക്കാസ് കുറേ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സാധാരണയായിട്ടുള്ള ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്, പിക്കാസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിക്കാസിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. പിക്കാസ് ഒരെണ്ണം മാത്രം ഉണ്ടാക്കരുത്. നമുക്ക് ഈ ഒരു പിക്കാസ് വെച്ച് ഉള്ള കോബിൾ സ്റ്റോൺ മൊത്തം മൈൻഡ് ചെയ്തിട്ട് വരും. എന്നൊരു ബേസിൻ്റെ ഒരു തീരുമാനമാണ്. എൻ്റെ ഫസ്റ്റ് റോ ആണ് ഇവിടെ നിന്നാണ് കിട്ടിയത്, എൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന്. അത് ഞാൻ കാണാതെ പോയേനെ. കുറച്ച് നേരമായിട്ട് നമ്മൾ സെറ്റിലായിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ കോബിൾ സ്റ്റോൺ മൈനിങ് അല്ലെങ്കിൽ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി പോയി. പക്ഷെ അതിന് കുറച്ച് പാടാണ്. നമുക്കപ്പോൾ ആദ്യം തന്നെ ഓടിച്ചൊന്ന് ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. കോബിൾ സ്റ്റോൺ ജനറേറ്ററിന് ആവശ്യമായിരുന്നു. അപ്പോൾ ഓടിച്ചൊന്ന് കോബിൾ സ്റ്റോൺ ജനറേറ്ററിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ കോബിൾ സ്റ്റോൺ ജനറേറ്ററിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ബക്കറ്റ് മാത്രമാണ്. ഈ ബക്കറ്റും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ലാവയും. പിന്നെ ഇവിടെ ഇൻഫിനിറ്റി ലാവ ഉള്ളതാണ്ട് ഇവിടെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇൻഫിനിറ്റി ലാവ ഇത് വേറെ വില്ലേജറിൻ്റെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മളിത് എന്ത് കാണിക്കുന്നത്? പിള്ളേരുടെ വീട് എന്തിനു നമ്മൾ നശിപ്പിക്കുന്നു? ഓക്കെ, അവിടെ അപ്പുറത്തായിട്ടൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങേരുടെ ഇതായിട്ട് അങ്ങേറായിട്ട് നിന്നിരിക്കുന്ന ഒരു വില്ലേജർ ഉള്ളത്. ഞാറായിട്ടാണ് കുറേ അയൺ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ എടുക്കാം. എന്നിട്ട് കൊച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു അയണും കൂടെ എടുക്കാൻ പോകുന്ന കാര്യം, നമുക്ക് അയണിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 3 അയണാണ് ആവശ്യം. എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് അയൺ എടുക്കുന്നതിന് എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാര്യം കോബിൾ സ്റ്റോൺ ജനറേറ്റർ വേണം, അല്ല ശരിയാകത്തില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഓടിച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ എവിടെ ഇരുന്നുള്ള വീടുണ്ടാക്കാൻ നിന്നേ, ആ കാര്യം മറന്നു. ഓക്കെ, അങ്ങോട്ട് ഇപ്പോഴും ഓർത്ത്. പിന്നെ ലെതർ ആർമറൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ വലിയ ഫേമസ് ഒന്നും അല്ലേ. നമ്മളിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഉയർത്തി പോകണമെങ്കിൽ ഞാനിപ്പോൾ ഫേമസ് ആവും. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ എവിടെ ആയിട്ടായിരുന്നടാ ബെഡും അതും ഇതൊക്കെ, അതുകൊണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഓടിച്ചെന്നിട്ട് തുറന്നുണ്ടാക്കാം. വലിയൊരു കുഴിയുടെ അടുത്താണോ ഞാൻ വീടുണ്ടാക്കാൻ പോയത്? കൊള്ളാം. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ച് ശ്രമിക്കുന്നുണ്ട് വീഡിയോ നല്ലതാക്കാൻ. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് നമുക്കൊരു ബക്കറ്റ് അങ്ങോട്ട് ഉണ്ടാക്കാം. ബക്കറ്റ് എവിടെയാണ്? അതാണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററും കൂടെ വേണം. ഒരു ഫെർണസ് നമുക്ക് ആവശ്യമുണ്ടടാ. ഒരു ഫെർണസും കൂടി ഇരിക്കട്ടെ. എൻ്റെ ഫെർണസ് ബക്കറ്റ് ഇപ്പോൾ ഫെർണേസ് വേണം. അപ്പോൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും പാടാണ്. ചില സമയത്ത് അത് വർക്കാവാതെ പോകും, ചില സമയത്ത് അത് വർക്കാവും. അപ്പോൾ ഗൈസ്, നമ്മൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്ന വിധം അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നാളെ ഇതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട. ഇവിടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാട്ടുതീ പിടിക്കും. നമുക്ക് ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടാം. ഓക്കെ, ഇവിടെ ആയിട്ട് ചെയ്യണം. നമുക്ക് പിന്നെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ നമുക്ക് 3 സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഇത്രയും ഉള്ള ഒരു കുഴി ഒഴിക്കണം. എന്നിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ നീട്ടാം. പിന്നെ നടുക്കായിട്ടൊരു കുഴി ഒഴിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ കുഴിയൊക്കെ കുഴിക്കണ്ട. ഇവിടെ തന്നെ ഒരു ലാവാ സോഴ്സ് ഉണ്ട്. ഒരു മിനിറ്റ് നടുക്കായിട്ട് ഒരു കോബിൾ സ്റ്റോൺ വേണം. അല്ല ശരിയാത്തില്ല കോബിൾ സ്റ്റോൺ വേണം. പിന്നെ ലാവ ഒഴിക്കുമ്പോൾ സീനാവും. അപ്പോൾ ഇവിടായിട്ടാണ് ശരിക്കും കോബിൾ സ്റ്റോൺ വേണ്ടത്. പിന്നെ നമ്മൾ ലാവ വയ്ക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ മാറ്റം ഉണ്ടല്ലോ. എനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് വേണം. ഓക്കെ, ഇവിടായിട്ടും കൂടെ ഒരു കോബിൾ സ്റ്റോൺ വെക്കാം. കാര്യം ഇതിൻ്റെ ഉണ്ട് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, അത് വരേണ്ട വിധം തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല, അത് വരേണ്ട രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കൊരു ഓടി ചെന്നിട്ട് ഒരു വാട്ടർ സോഴ്സും കൂടെ ഉണ്ടാക്കണം. അത് പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, വാട്ടർ എടുത്തോണ്ട് വന്നിട്ട് കുറച്ച് ഒഴിച്ച് മതി. കുറേ ഇതുപോലെ
ഞാൻ കുഴി ചെന്നു ഇതുപോലെ എന്ന് പറഞ്ഞു ശരിക്ക്. ഇതിപ്പോൾ ലെങ്ത് കൂടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒക്കെ കണ്ടമ്പഴി പഠിക്കുമോ. അയ്യോ, മീറ്റെടുത്ത് കൈ പിടിച്ചോ, അല്ലേ ശരിയാകത്തില്ല. എന്തെങ്കിലും ചില സമയത്ത് വെള്ളം താഴോട്ട് വീഴാറുണ്ട്. ഇപ്പോഴായിട്ട് ഒരു കുഴിയും കൂടെ കുടിക്കണം. കാരണം 2 സ്ഥലത്ത് ഒരേപോലെ ഇരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പോഴായിട്ടൊരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കളി തുടങ്ങണം. ഓക്കെ, ദൈവമേ, കോബ്ൾസ്റ്റോൺ കൈ കിട്ടണം. എന്നിട്ട് പോയിട്ട് ഉപയോഗിക്കാം. ഇല്ലടാ, ഇത് പ്രശ്നമുണ്ട്. കോബ്ൾസ്റ്റോൺ ജനറേറ്ററിന് ഒരു പ്രശ്നം വന്നേക്കാണ് ഇവിടെ. നമ്മളിവിടെ ഇങ്ങനെ ഒരു കട്ട വെച്ചേക്കണം. ഇവിടെ ഇങ്ങനെ വെച്ചേക്ക്. ലാവ വരേണ്ട ഭാഗം തുറന്നു വിടണം. ശരിയാവില്ല. കോബ്ൾസ്റ്റോൺ അത് തന്നെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് പിടിക്കാം. അതിനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ദൈവമേ, കോബ്ൾസ്റ്റോൺ ശരിയാവും. അങ്ങനെ കോബ്ൾസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. പക്ഷെ നമ്മളെ കയ്യിലോട്ട് വളർത്തുന്നില്ല. ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും നമുക്ക് കോബ്ൾസ്റ്റോൺ ജനറേറ്റർ വർക്കാവും. ഈ ഒരു പ്രശ്നമാണ്, നല്ല സമയത്ത് അത് വർക്കാവും. എനിക്കിതിൻ്റെ മണ്ടേ കയറുകയും ചെയ്തു. എടാ, അത് കോബ്ൾസ്റ്റോൺ ജനറേറ്റർ ചെയ്യുന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ജനറേറ്ററിന് പ്രശ്നമില്ല. പക്ഷേ ചില സമയത്ത് എൻ്റെ കൺട്രോൾ ടൂണുണ്ട്. സീനെ ഇവിടെ ആയിട്ടൊന്നും ചെയ്യാം. നമുക്കിപ്പോൾ കറക്റ്റ് ആവുന്നുണ്ട്. ഇത് കുഴപ്പമില്ല. ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ. ഇത് കുറച്ച് പ്രശ്നമാണ്. ഓക്കെ ഇത് വർക്കാവുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് കഴിച്ച് ഇതൊക്കെ. ആദ്യമായിട്ടാണ് ഇതൊക്കെ. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിയെന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോയിരുന്നത് ഒരു കോബ്ൾസ്റ്റോൺ ജനറേറ്റർ ആയിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ കോബ്ൾസ്റ്റോൺ ജനറേറ്റർ ഇവിടെ സെറ്റാക്കി കഴിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചത് ഒരു ബേസ് ഉണ്ടാക്കണമെന്ന്. പക്ഷേ കോബ്ൾസ്റ്റോണിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ബേസ് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇത്രേ ഉള്ളൂ. അടുത്ത പാർട്ടിൽ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ പിടിച്ച് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം കൂടെ ചെയ്ത് വെച്ചേക്കുക.